വടക്കാഞ്ചേരി വോട്ട് കോഴയിൽ ഡീൽ ഉണ്ടായിട്ടുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിൽ വിജിലൻസ്. 50 ലക്ഷം രൂപയുടെ കോഴ ഇടപാട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ജാഫറിനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. അതിനിടെ വോട്ട് കോഴയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കും. കോഴ വിഷയത്തിൽ MLA-മാർക്ക് കൂടി പങ്കുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ജേസൺ ചാമ്പോളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജേസൺ, എന്തായാലും ഈ 50 ലക്ഷം രൂപ കോഴ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ടെസ്റ്റ് ഉണ്ടാകുമെന്ന് ജാഫർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി സംഭവിച്ച ആ ടെസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് തുടർ നീക്കങ്ങൾ, ജെയ്സൺ? ആര്യ, ഇന്നലെ ജാഫർ നടത്തിയ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വിശ്വസനീയമായിരുന്നില്ല. ജാഫർ തന്നെ അത് ബോധ്യമുണ്ട്. പൊതുസമൂഹം താൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കില്ല എന്ന അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് അയാൾ പ്രതികരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ ഡീൽ എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 50 ലക്ഷം രൂപയോ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനമോ എന്നാണ് ജാഫർ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞതെങ്കിൽ പോലും 50 ലക്ഷം രൂപ കൊടുത്ത ഒരു ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാൻ CPM അത്തരമൊരു നീക്കത്തിലേക്ക് പോകില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അതേസമയം തന്നെ ജാഫറിന് മറ്റൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ആ ഓഫർ എന്താണെന്നതാണ് ഇപ്പോൾ വിജിലൻസും പരിശോധിക്കുന്നത്. എന്നാൽ വിജിലൻസ് നിയമപരമായ നിരവധി സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. വിജിലൻസ് ഈ കേസെടുക്കാൻ കഴിയുമോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന കാര്യത്തിലൊക്കെ പിന്നീടാണ് നിയമ ഉപദേശം തേടിയതിനു ശേഷം മാത്രമേ തീരുമാനിക്കുക. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ ആയുധമായി ഉയർത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 4 മാസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന് തൃശ്ശൂരിൽ ലഭിച്ച ഏറ്റവും വലിയ, തൃശ്ശൂരിൽ നിന്നല്ല സംസ്ഥാനം ലഭിച്ച ഏറ്റവും വലിയ പിടിവള്ളിയായി മാറുകയാണ് സത്യത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. തൃശ്ശൂരിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മറ്റത്തൂർ ഇലക്ഷനൊക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്ന സമയത്താണ് ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധം ലഭിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് ഒരു ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം പിടിക്കാൻ കോൺഗ്രസ് CPM ശ്രമിച്ചു. അതിന് വോട്ട് ചെയ്ത വ്യക്തി തന്നെ അയാളുടെ ശബ്ദരേഖ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാനാണ് തീരുമാനം. ഇപ്പോൾ ഇന്ന് 11 മണിയോടുകൂടി വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടക്കും. തുടർ സമര പരിപാടികളും ഇതിനോടൊപ്പം തന്നെ നടക്കും. ആര്യ, ഓക്കെ, എന്തായാലും നിർണായക നടപടികളിലേക്ക് കൂടി കോൺഗ്രസ് നീങ്ങുകയാണ്. ജേസൺ ചാമ്പോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.